ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ്. आज मैं इस प्रेस वार्ता के माध्यम से आप सबके सामने प्रधानमंत्री जी की बीए की 2015 ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കാരണം 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മോദി ഇലക്ഷൻ അഫിഡവിറ്റിൽ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ 1978 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും പിന്നീട് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുമാണ് അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിനെതിരെ ചില ആക്ടിവിസ്റ്റുകൾ രംഗത്ത് വരികയും 2015 ഇതൊരു വലിയ വിവാദമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഭാഗമായി ഡൽഹി യൂണിവേഴ്സിറ്റിയോട് ഈ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ 2016 ഡിസംബർ 21 ഉത്തരവിറക്കുകയും ചെയ്തു. ഇതിനെതിരെ ഡൽഹി യൂണിവേഴ്സിറ്റിയും അതുപോലെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയും അപ്പീൽ പോവുകയും അങ്ങനെ ഡൽഹി ഹൈക്കോടതി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. പിന്നീട് 2025 കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഗ്രാജുവേഷൻ വിവരങ്ങളെല്ലാം പേഴ്സണൽ ഇൻഫർമേഷൻ്റെ പരിധിയിലാണ് വരിക. അതുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം ഡൽഹി യൂണിവേഴ്സിറ്റിക്കില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ചുരുക്കത്തിൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒരു പ്രധാനപ്പെട്ട വിവാദമായി മാറുന്നത് എന്നാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായി തന്നെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു വ്യക്തി ഒരുപാട് അക്കാദമിക് പെർഫോമൻസ് നടത്തിയെന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു എന്നതുകൊണ്ടോ അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരി ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതോടൊപ്പം തന്നെ യാതൊരു അക്കാദമിക് പെർഫോമൻസിൻ്റെ ബാക്കപ്പ് ഇല്ലാത്ത പല രാജാക്കന്മാരും പല ഭരണാധികാരികളും ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഭരണ നൈപുണ്യം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1526 ആരംഭിച്ച മുഗൾ ഭരണാധികാരികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ബാബർ മുതൽ ഔറംഗസീബ് വരെ നീണ്ടുപോകുന്ന ആ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭരണാധികാരിയായി ലോകം അടയാളപ്പെടുത്തുന്നത് അക്ബർ ചക്രവർത്തിയാണ്. എന്നാൽ അക്ബർ ചക്രവർത്തി ഇല്ലിറ്ററേറ്റ് ആയിരുന്നു എന്നും എഴുതാനോ വായിക്കാനോ ഉള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നും പല ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ നമ്മുടെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ VS അച്യുതാനന്ദൻ, അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും അതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്കുമൊക്കെ തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ എന്നാൽ അദ്ദേഹം ഒരു മികച്ച പ്രതിപക്ഷ നേതാവായും ഒരു മികച്ച മുഖ്യമന്ത്രിയുമായൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഭരണാധികാരി ആവണമെങ്കിൽ നല്ല അക്കാദമിക് പെർഫോമൻസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേണമെന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് ഒരു സത്യം. ഇനി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വലിയ വിവാദമാകുന്നത് എന്ന് നോക്കാം. കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി UK ഇൻഫർമേഷൻ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഭാഗമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ആളുകളുടെ വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറാറുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ വിവരങ്ങളൊക്കെ കൈമാറാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു ഗ്രാജുവേഷൻ വലിയ വിവാദമാകുന്നത് നോക്കാം. അതിലെ ഒന്നാമത്തെ പ്രശ്നം, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തതിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തുള്ള ഒരാൾക്കും അറിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതിനു പുറമെ പ്രധാനമന്ത്രിയോട് കൂടെ പഠിച്ച അല്ലെങ്കിൽ ഇദ്ദേഹം ഞങ്ങളോട് കൂടെ പഠിച്ച ആളായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളെയും രാജ്യത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ 2016 നമ്മുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായും അതുപോലെ അരുൺ ജെയ്റ്റ്ലിയും ഒരു വാർത്താ സമ്മേളനം നടത്തുകയും പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് വിവാദങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1978 ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലായിരുന്നു പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രിയൊക്കെ സർക്കുലേറ്റ് ചെയ്തിരുന്നത്, പബ്ലിഷ് ചെയ്തിരുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. പിന്നീട് ആളുകൾ വീണ്ടും അതിൻ്റെ ഒറിജിനാലിറ്റിയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നു. കാരണം അന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ലോഗോ സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റിലൊക്കെ സിമ്പിൾ ഫോണ്ടിലാണ് എഴുതാറുള്ളത്. എന്നാൽ അന്ന് അമിത്ഷാ
പബ്ലിഷ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു മോഡേൺ ഫോണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിലെ ലോഗോ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരുപാട് സംശയങ്ങൾ ഇതിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. കാരണം 2025 മഹാരാഷ്ട്രയിലെ ആക്ടിവിസ്റ്റ് ആയിരുന്ന അനിൽ ഗൽഗാനി അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയോട് 1978 വിദ്യാർത്ഥികളുടെ വിവരങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടൊരു വിവരങ്ങൾ തേടിയിരുന്നു. പക്ഷെ അന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി ഇതിന് മറുപടി കൊടുത്തത് 3-4 പതിറ്റാണ്ട് മുമ്പുള്ള വിവരങ്ങളൊന്നും റെക്കോർഡ് ഞങ്ങൾ ചെയ്യാറില്ല എന്ന ഒരു മറുപടിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞത് എന്നായിരുന്നു മറ്റൊരു ചോദ്യം. ചുരുക്കത്തിൽ സർവത്ര വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റും അതോടൊപ്പം എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് ആരും കേൾക്കാത്ത ഒരു ബിരുദ വിഷയവും മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മോദി ഒരു വിശ്വഗുരുവാണ്, അദ്ദേഹത്തിന് മതിയായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രസരിപ്പിച്ച് കടന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പ്രഥമ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു മുതൽ അവസാനം ഈ അടുത്ത് മരണപ്പെട്ടു പോയ മൻമോഹൻ സിംഗ് വരെയുള്ള പല പ്രധാനമന്ത്രിമാരും മികച്ച ഭരണ നൈപുണ്യമുള്ളവരും അതുപോലെ അതോടൊപ്പം നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളുമാണ്. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നത്? കാരണം ഒരു 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യം ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത് വലിയ കുറ്റമായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ മൻമോഹൻ സിംഗ്, അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ഡിഗ്രിയും PGയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ PhD ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നല്ല അക്കാദമിക് ബാക്കപ്പുള്ള ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് RBIയുടെ ഗവർണറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് UGCയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്കണോമിക് അഡ്വൈസറായിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ എക്കണോമിക് അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഉദാരവൽക്കരണവും അതുപോലെ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം രാജ്യത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. പിന്നീട് അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി അവരോധിക്കപ്പെട്ടു. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി ഒരു മികച്ച ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം നെഹ്റുവിനേക്കാളും അതുപോലെ മൻമോഹൻ സിംഗിനേക്കാളും വലിയ ഒരു അക്കാദമിക് ബ്രില്യൻസ് കാഴ്ചവെച്ച ഒരു ഭരണാധികാരിയാണ് എന്നുള്ള ഒരു മിഥ്യാബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാനോ ഇതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാനോ കോടതികളോ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ഖേദകരം. താങ്ക് യു.